ഹലോ നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും ചേരുകയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് എട്ടാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ഫിറ്റ്മെന്റ് ഫാക്ടറും അതിനോടനുബന്ധിച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള ശമ്പളത്തിന്റെ വർധനവിന്റെ സാധ്യതകളെ കുറിച്ചുമാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞിരുന്നു എട്ടാം ശമ്പള കമ്മീഷൻ ഇതുവരെ സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ സമർപ്പിച്ചിട്ടില്ല. ശമ്പള കമ്മീഷൻ 2025 ഡിസംബർ 30 രൂപീകൃതമായെങ്കിലും അതിൻ്റെ എന്താ പറയുക, ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും അതിൻ്റെ പ്രോസസ്സുകളൊക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും 2027 ഓടുകൂടി മാത്രമേ അതിൻ്റെ പൂർണ്ണമായി റിപ്പോർട്ട് എങ്ങനെ അയക്കും എന്നുള്ളത് സമർപ്പണം, മീൻസ് എന്തൊക്കെയാണ് ശുപാർശകൾ എന്നുള്ളത് സർക്കാരിലേക്ക് സമർപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 18 മാസത്തെ സമയമാണ് ഈ ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ കേന്ദ്ര സർക്കാരിലേക്ക് സമർപ്പിക്കാനുള്ള അതായത് സമയപരിധി എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു 2027 ഈ റിപ്പോർട്ടുകൾ സമർപ്പിക്കാനുള്ള സാധ്യതയുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും കുറച്ച് നാളുകൾ കൂടി കാത്തിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ജീവനക്കാർക്ക് മുൻകാല പ്രാബല്യമൊക്കെ അനുസരിച്ചുള്ള ശമ്പള വർധനവിൻ്റെ അരിയറുകളൊക്കെ കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പെൻഷൻ്റെ കാര്യമൊക്കെ എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിച്ചു. ഇനി നമ്മൾ പറയുന്നത് ഫിറ്റ്മെന്റ് ഫാക്ടറിനെ കുറിച്ചാണ്. ഈ ശമ്പള വർധന ഉണ്ടാകുന്നതിൽ അല്ലെങ്കിൽ ഈ ശമ്പള വർധന കണക്കാക്കുന്നതിൽ അടിസ്ഥാന ശമ്പളം എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്ന് കണക്കാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. ഈ ഫിറ്റ്മെന്റ് ഫാക്ടറിന്റെ എത്രയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് ചില ഔദ്യോഗികമായി ഇതുപോലെ ഒരു വ്യക്തമായ കണക്കുകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇത് ഒരു നിർണായക ഘടകമായി മാറുന്നത് കൊണ്ടാണ് ശമ്പളത്തിൽ വർധന ഉണ്ടാകുന്നതാണ് പറയുന്നത്. അതായത് പൊതുവെ അതാണ് കണക്ക്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടിസ്ഥാന ശമ്പളവും ഫിറ്റ്മെന്റ് ഫാക്ടറും തമ്മിൽ ഗുണിച്ചാണ് പുതിയ അടിസ്ഥാന ശമ്പളം കണക്കാക്കുന്നത്. അപ്പോൾ ഏഴാം ശമ്പള കമ്മീഷൻ ആയിരുന്ന സമയത്ത് ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് 2.57 ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലൂടെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,000 രൂപയായിരുന്നത് 18,000 രൂപയായിട്ട് ഉയരുകയാണ് ചെയ്തത്. അപ്പോൾ എട്ടാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ മാറുകയാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിൽ വലിയ വർധന ഉണ്ടാകുമെന്നാണ് നിലവിലുള്ള സൂചന. ഇപ്പോൾ ചില സ്പെക്കുലേഷൻസ് ഒക്കെ പല സൈഡുകളിൽ നിന്ന് ലഭിക്കുന്ന പ്രകാരമാണ് ഈ എട്ടാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1.92-നും 3.83-നും ഇടയിൽ കണക്കാക്കാനായിരിക്കും സാധ്യത എന്നാണ് പറയുന്നത്. ഇത് സാധ്യതയാണ്, ഔദ്യോഗികമായി ഇതിന് സ്ഥിരീകരണങ്ങളൊന്നുമില്ല. ഏറ്റവും കുറവ് ഫിറ്റ്മെന്റ് ഫാക്ടർ അല്ലെങ്കിൽ സാധ്യതയുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് 1.92 അപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് 3.83 എന്നുള്ള ഒരു സംഖ്യയ്ക്കുമായിരിക്കും. ഇവയിൽ ഏതെങ്കിലും അംഗീകരിക്കുക ചെയ്താൽ തന്നെ എട്ടാം ശമ്പള കമ്മീഷന് കീഴിലുള്ള അടിസ്ഥാന ശമ്പളം നിലവിലെ അടിസ്ഥാന ശമ്പളവുമായി താരതമ്യം ചെയ്യുമ്പോൾ 92% വരെയൊക്കെ വർധന പ്രതീക്ഷിക്കുക. അങ്ങനെ വരുമ്പോൾ ഈ 18,000 രൂപ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം എന്നുള്ള ഏഴാം ശമ്പള കമ്മീഷനിൽ ഉണ്ടായിരുന്നത് 34,560 രൂപയായി ഉയരാം. അതായത് 34,560 രൂപ 34,560 രൂപയിൽ നിന്ന് 68,940 രൂപ വരെയൊക്കെയായി ഉയരുകയൊക്കെ ചെയ്യാം. കൂടിയ അടിസ്ഥാന ശമ്പളത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഫിറ്റ്മെന്റ് ഫാക്ടർ. അതായത് നമ്മൾ ശമ്പള വർധനവിൻ്റെ ഏറ്റവും നിർണായകമായ ഘടകം അതിൻ്റെ ഫിറ്റ്മെന്റ് ഫാക്ടറാണ്. അടിസ്ഥാന ശമ്പളത്തിനെ ഫിറ്റ്മെന്റ് ഫാക്ടർ കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ വർദ്ധിച്ച ശമ്പളം എന്താകുമെന്നുള്ളത് കൃത്യമായി നിങ്ങൾക്ക് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്, DA വർധനവ്. ഈ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്ധ 6 മാസം കൂടുമ്പോഴാണ് വർധന. അപ്പം അങ്ങനെയാണെങ്കിൽ ക്ഷാമബദ്ധയും ഇതിന് ആനുപാതികമായിട്ട് വർദ്ധിക്കും. തൊഴിൽ മന്ത്രാലയത്തിന്റെ പുറത്തോട്ട കണക്ക് പ്രകാരം 2026 ജൂൺ മാസത്തിലെ വ്യവസായ തൊഴിലാളികൾക്കുള്ള ഉപഭോക്തൃ സൂചിക ഇൻഡെക്സ് അത് അടിസ്ഥാനമാക്കിയിട്ടാണ് DA പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നിലവിലുള്ളത് 60% DA ആണ്. നിങ്ങൾ ഓർത്തു നോക്കണം, ഒരു സർക്കാർ ജീവനക്കാരന് അവൻ വാങ്ങുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ 60% DA ആയും ലഭിക്കും. ഇപ്പോൾ 18,000 രൂപയാണ് അടിസ്ഥാന ശമ്പളമെങ്കിൽ 18,000-ന്റെ അടിസ്ഥാന ശമ്പളത്തെ ഏകദേശം 9,000 രൂപ 10,000 രൂപയ്ക്ക് അടുത്ത് DA ആയും ഉണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ 60% DA നിലവിലെ കണക്കാണ്. ഈ നിലവിലെ 60% DA എന്നുള്ളത് 63% ഉയർന്നേക്കാമെന്നാണ് സ്പെക്കുലേഷൻസ് പറയുന്നത്. അതിൽ സ്ഥിരീകരണങ്ങളൊന്നുമില്ല, 63% ആയേക്കാം. CPIWന്റെ 12 മാസത്തെ ഞാൻ പറഞ്ഞല്ലോ ഉപഭോക്തൃ സൂചിക ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ എന്തായാലും ഫിറ്റ്മെന്റ് ഫാക്ടറിന്റെ കാര്യം ഞാൻ സംസാരിച്ചു. ഫിറ്റ്മെന്റ് ഫാക്ടറിന്റെ ഏകദേശം 1.93 മുതൽ ഏതാണ്ട് 3 വരെയൊക്കെ ഫിറ്റ്മെന്റ് ഫാക്ടർ അംഗീകരിക്കാനുള്ള സാധ്യത 3.83 വരെയൊക്കെ ഫിറ്റ്മെന്റ് ഫാക്ടർ
അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിൽ വലിയൊരു വർധനമുണ്ടാവും. ഏതാണ്ട് 92% വരെ വർധന പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ ഇപ്പം നിലവിലുള്ള പ്രതിമാസം 34,560 രൂപ എന്നുള്ള അടിസ്ഥാന ശമ്പളം വളരെയധികം 68,000 രൂപയിലേക്കൊക്കെ വർദ്ധിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഡി എയും അടിസ്ഥാന ശമ്പളം ഈ ഇങ്ങനെ വർധനയ്ക്ക് ഡി എയിൽ എഫക്റ്റ് ചെയ്യും. അതായത് നിലവിലുള്ള ശമ്പളം 60% ആണെന്നുള്ളത് 63%ലേക്കും ഡി എയും എത്തിയേക്കാം എന്നുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. അപ്പം ഡി എയും ഫിറ്റ്മെന്റ് ഫാക്ടറും വളരെയധികം ശമ്പള വർധനവിനെ ശമ്പളത്തിൻ്റെ സ്ട്രക്ചറിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു പോകുന്ന വിവിധ ഘടകങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ അത് കൃത്യമായി പാലിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അത് നടപ്പിലാക്കുകയാണെങ്കിൽ ജീവനക്കാർക്ക് എപ്പോഴും ഉപകാരം ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു, ഒരു കുറച്ചധികം മാസങ്ങളുടെ അരിയർ ശമ്പളമാണ് ഇനി കിട്ടാനുള്ളത് ജീവനക്കാർക്ക്. അതായത് 8ാം ശമ്പള കമ്മീഷൻ നടപ്പാക്കുമ്പോൾ സ്വാഭാവികമായി ജനുവരി മുതൽ ആ നടപ്പ് വർഷത്തെ ജനുവരി മുതൽ ഉള്ള കണക്കാക്കിയിട്ട് തന്നെ മുൻകാല പ്രാബല്യം നൽകിയാണ് ഇത് കണക്കൂട്ടുക. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ജനുവരി മുതലുള്ള അരിയറുകൾ അല്ലെങ്കിൽ കൂടുതൽ മാസങ്ങളിലെ അരിയറുകൾ കിട്ടാൻ ഒരുപക്ഷെ അത് ടാക്സ് വരെ കൊടുക്കേണ്ടി വന്നേക്കാം എന്നാണ് അറിയാൻ കഴിയുന്നത്. വിവിധ വെബ്സൈറ്റുകളുമായിട്ട് മറ്റു വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു. നമ്മളിപ്പോൾ 8ാം ശമ്പള കമ്മീഷനുമായി ബന്ധപ്പെട്ട് എല്ലാ പുതിയ വാർത്തകൾ, വിശേഷങ്ങൾ, അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലെ അവലോകനങ്ങൾ, അനാലിസിസ് എല്ലാം നമ്മളുടെ MalayalamTV9.com വെബ്സൈറ്റിലും നമ്മുടെ യൂട്യൂബ്, ഫേസ്ബുക്ക്, സോഷ്യൽ മീഡിയ ചാനലുകളിലും നിങ്ങൾക്ക് കാണാവുന്നതാണ്. മറ്റൊരു വിഷയമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.